ഓക്കെ ദെൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി ബഡ്സ് 5 എന്ന അതേ ഈ ഒരു ഇയർബഡിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. ഈ ഒരു ഇയർബഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 റുപ്പീസ് ആണ്. സോ ആ ഒരു പ്രൈസ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇത് വർത്താണോ അല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളിപ്പോൾ 3000 റുപ്പീസിനകത്ത് ഒരു ഇയർബഡ് തിരക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് പലതരത്തിൽ ഈ ഒരു ഇയർബഡിനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. അതായത് ഡിസൈൻ, സൗണ്ട് ക്വാളിറ്റി, ബാറ്ററി ആൻഡ് അതർ ഫീച്ചേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോനെ കാറ്റഗറൈസ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇനി റിവ്യൂയിലേക്ക് കിടക്കാം. റെഡ്മി ബഡ്സ് 5 എന്ന ഈ ഒരു ഇയർബഡിന്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് 3 കളർ ചോയ്സിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂഷൻ പർപ്പിൾ എന്ന ഒരു കളർ വേരിയന്റ് ആണ്. ഇതല്ലാതെ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. എനിക്ക് എന്തുകൊണ്ടോ കുറച്ചുകൂടി മിനിമലായിട്ടും കുറച്ച് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയത് ഫ്യൂഷൻ പർപ്പിൾ ആണ്. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ആൻഡ് ഈ ഒരു ഫ്യൂഷൻ പർപ്പിൾ എന്ന ഈ ഒരു ഡിസൈൻ, അതായത് നമ്മുടെ റെഡ്മി നോട്ട് 13 പ്രോയും ആയിട്ടുള്ള ഒരു ഡിസൈൻ ആസ്പെക്റ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഫ്യൂഷൻ പർപ്പിൾ തന്നെയാണ്. ആൻഡ് ഈ ഒരു കേസ് നോക്കുന്ന സമയത്ത് പുറത്തെല്ലാം ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതേസമയം നമ്മൾ കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇയർബഡ് ഇരിക്കുന്നില്ലേ, ആ ഒരു സൈഡ് നോക്കുന്ന സമയത്തും മൊത്തത്തിൽ ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു ബഡ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്ലോസി ഫിനിഷിൽ തന്നെയാണ്. ആൻഡ് കേസ് തുറക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പെയറിംഗ് ഇൻഡിക്കേഷൻ കാണിക്കും. ആൻഡ് കേസിന്റെ ചാർജിംഗ് ബോർഡിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ ഡിസൈനിൽ, എനിക്ക് തോന്നിയതാണ്. ആൻഡ് ഈ ഒരു ഡിസൈനിൽ നമ്മളിപ്പോൾ തുറന്നിട്ടാണ്, ഇപ്പോൾ കേസൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ബെഡിലിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഈ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് ഇപ്പം ബെഡിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ കയറി കിടന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിപ്പോകും. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ തലകുത്തിനേക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കുക പോലുമില്ല. ഞാൻ 2 പ്രാവശ്യം കിടന്നായിരുന്നു, എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല. ബട്ട് ആ ഒരു കേസ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കയറി തട്ടയോ അല്ലെങ്കിൽ കയറി കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഇയർബഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേസിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു പെയറിംഗ് ബട്ടണും കാണാം. ആദ്യമായിട്ട് പെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെയറിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം പെയർ ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ കേസിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ചാർജിങ് പോർട്ടും കാണാം. അതൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കേസിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇയർബഡിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ചാണ്. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് 12.4 mm ഡൈനാമിക് ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ്. ഈ ഒരു ഡ്രൈവേഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് വളരെ റിച്ച് ആൻഡ് ക്വാളിറ്റി കൂടിയ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ഭയങ്കര ക്വാളിറ്റിയിലുള്ളവരും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ഓരോ ചെറിയ ഡീറ്റെയിലും അതിൻ്റെ അകത്ത് എടുത്തെടുത്ത് അറിയാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ഇയർബഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം നല്ലൊരു ക്വാളിറ്റിയിലാണ് അവർ അതിനെ ട്യൂൺ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് നമുക്ക് ആ ഒരു മിഡും ട്രബിളും എല്ലാം നമുക്ക് നല്ല രീതിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബാസ് നോക്കുന്ന സമയത്ത് ഒരു എബോവ് ആവറേജ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത്ര കൂടുതലും അല്ല, എന്നാൽ അത്ര കുറവുമല്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 റുപ്പീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ബാസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യുന്ന, ഇതിലും പ്രൈസ് കുറഞ്ഞ ബഡ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് ബാസ് ഇല്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഇയർബഡ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ബാസ് കുറച്ച് കുറവാണ്. മേ ബി അത് ചിലവർക്ക് ഓക്കെ ആയിരിക്കും. കാരണം എനിക്കിപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്കിത് ഓക്കെയാണ്. കാരണം ബാസ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ കേൾക്കുന്ന സോങ്ങിനെ അത് നല്ല രീതിക്ക് ഡിസ്ട്രാക്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് ബാസ് ഇല്ല എന്നല്ല, കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു 3000 റുപ്പീസിൽ ദ ബെസ്റ്റ് ബാസ് എന്നും കൂടി അങ്ങ് പറയാമായിരുന്നു. അതേസമയം നമുക്ക് ഈ ഒരു ഓഡിയോ എഫക്ട്സ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇയർബഡ്സിന് നമുക്ക് ആപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ എഫക്റ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഡിയോ എഫക്ട്സിനെ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ANC കുറിച്ചാണ്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ANC എന്ന് പറയുന്നത് അപ് ടു 46 dB ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ്, ANCയുടെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് കിഡിലെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇംപ്രഷൻ തോന്നിയത് ഈ ഒരു ANCയെ കുറിച്ചിട്ടുള്ളതാണ്. കാരണം നല്ല രീതിക്ക് തന്നെ ANC അവർ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് നോയിസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബസ്സിലൊക്കെയാണ് പോകുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈ കാറ്റടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നോയിസ് ആണ്. അതേസമയം നമ്മൾ ഈ ഒരു ഇയർബഡ് വെച്ച് കഴിക്കുന്ന സമയത്ത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റ് മൊത്തത്തിൽ ഇത് അവോയ്ഡ് ചെയ്ത് തരുന്നതാണ്. സോ ANC നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ANC ആണ്. നമുക്ക് ഏകദേശം ഒരു 80% ഉള്ള ഔട്ട് സൈഡുള്ള നോയിസും ഇത് ക്യാൻസൽ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ANCനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ANCനെ ബാലൻസിലോട്ടും അല്ലെങ്കിൽ ഡീപ്പിലോട്ടും അങ്ങനെ
അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇയർബഡിനെ കുറിച്ചുള്ള കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണ്. കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി വെർഷൻ തന്നെയാണ് ബ്ലൂടൂത്ത് 5.3 എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ അത് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കേസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കാതിലേക്ക് എടുത്ത് വെക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഇത് കണക്ട് ആയിട്ടുണ്ടായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിനെ പെയർ ആവുന്നുണ്ട്. അതായത് എനിക്ക് ഇന്ന് വരെ ഇതിൻ്റെ അകത്ത് റീചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇത് കണക്ട് ആയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഇന്ന് വരെ റീചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും ഭയങ്കര അക്യുറേറ്റ് ആയിട്ടും കണക്ട് ആവുന്നുണ്ട്. കണക്ടിവിറ്റി കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഡുവൽ പെയറിംഗ്. ഡുവൽ പെയറിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ ഒരു ഇയർബഡിലും വരേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഡുവൽ പെയറിംഗ് എന്ന് പറയുന്നത്. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിലിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ കാര്യം നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഫോണുണ്ട്. ഈ 2 ഫോണിലും എനിക്ക് സെയിം ടൈം ഈ ഒരു ഇയർബഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇയർബഡിൻ്റെ അകത്ത് ടച്ച് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 2 ഇയർബഡിൻ്റെ അകത്തും ടച്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നെസ്റ്റ് എടുക്കാനും സോങ് നെസ്റ്റ് പോസ് ചെയ്യാനും നെസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റുന്നതാണ്. ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഈസിലി കയറി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡിൻ്റെ അകത്ത് 2 മൈക്രോഫോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. AI വോയിസ് എൻഹാൻസ്മെന്റും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ പല ഇയർബഡും യൂസ് ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് ഒരു സൗണ്ടാണ്. ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു വോയിസ് എൻഹാൻസ്മെന്റ് ഒക്കെ ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ തരുന്നുണ്ട്. കോൾ കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുന്ന സമയത്തും ഒരു പ്രശ്നമില്ല, നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിൻ്റെ അകത്ത് ആപ്പ് സപ്പോർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ടച്ച് കൺട്രോളൊക്കെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ജസ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇയർബഡിൻ്റെ ബാറ്ററിനെ കുറിച്ചാണ്. ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാനായിട്ട് ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററിയെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയത്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു കേസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 മണിക്കൂർ, ഏകദേശം ഒരു 2 ദിവസമൊക്കെ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈസിലി കിട്ടുന്നതാണ്. അതായത് നമ്മളിപ്പോൾ എപ്പോഴും ഇതെടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും നമ്മൾ ഈ ഒരു ഇയർബഡ് എടുത്ത് കേസിലേക്ക് വെക്കുന്ന സമയത്ത് ഇതെന്തായാലും ചാർജ് ആവുന്നതാണ്. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ചാർജിങ് ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ട്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കംഫർട്ടബിലിറ്റി ആണ്. കേസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് കേസ് നമ്മുടെ ഒരു കയ്യിൽ അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. ഭയങ്കര ഹ്യൂജ് സൈസ് ആയിട്ടൊന്നും ഇല്ല. അത്യാവശ്യം നമ്മുടെ ഒരു കയ്യിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ ഇട്ടാലും ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തൊന്നും ഇരിക്കുന്നില്ല. വളരെ കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതേസമയം ഇയർബഡ് നോക്കുന്ന സമയത്ത് നമുക്ക് കാതിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ട്, എൻ്റെ ഒരു ചെവിയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എൻ്റെ ചെവിയിൽ അധികം ഇയർബഡ്സ് ഒന്നും അധികം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാത്തതാണ്. ബട്ട് ഇതിൻ്റെ ഈ ഒരു ഇയർബഡ് നോക്കുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള വാട്ടർ റേറ്റിംഗ് ആണ്. വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് IP54 റേറ്റിംഗ് വരുന്നുണ്ട്. അത് ജസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ബട്ട് അതെടുത്ത് നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ചെറുതായിട്ടൊക്കെ നനഞ്ഞു കഴിഞ്ഞാലോ അതൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പോൾ സ്വെറ്റ് അതൊന്നും ഒരു പ്രശ്നമില്ല. അതേസമയം നിങ്ങൾ വെള്ളത്തിലെടുത്ത് മുക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകും. സോ അതൊന്നും ശ്രദ്ധിക്കുക. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു കൺക്ലൂഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ച് 3000 റുപ്പീസ് എന്ന ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ഇയർബഡ്സ് ആണ് ബഡ്സ് 5 എന്ന് പറയുന്നത്, റെഡ്മി ബഡ്സ് 5 എന്ന് പറയുന്നത്. കാരണം വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, നല്ലൊരു ANC, നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ലൊരു കംഫർട്ടബിലിറ്റി, ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് 3000 റുപ്പീസ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വളരെ വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ ഒരു 3000 റുപ്പീസിന് ഒരു ഇയർബഡ് തിരക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി ബഡ്സ് 5 എന്ന ഈ ഒരു ഇയർബഡ് എന്തായാലും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ഇയർബഡിനെ കുറിച്ചുള്ള റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം എല്ലാ സ്പെസിഫിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇയർബഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ അത് വരുത്തേക്കും ബൈ.